എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും ഡിസൈനൊക്കെ ഒന്ന് കാണാം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി നല്ല വെള്ള കളറായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ നല്ലപോലെ നരിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് സൈഡിലും എല്ലാം ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കൊന്നും പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് റിമൂവ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. ഇതിലേക്ക് മുഴുവനൊന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടാപ്പൂടെ ചെയ്ത് നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നേരം വെച്ച് കൊടുത്ത് കേക്ക് ബേക്കാക്കി എടുക്കാം. ഇനി കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് സിറപ്പും തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് ആറിയതിന് ശേഷം തണുപ്പിച്ചും കൂടി എടുത്തിട്ട് വേണം നമ്മൾ കേക്കിൽ ഉപയോഗിക്കാനായിട്ട്. അതും ഇതിനൊപ്പം തന്നെ നമുക്ക് ചെയ്ത് വെക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കേക്ക് നോക്കിയപ്പോൾ കുത്തി നോക്കിയപ്പോഴത്തേക്കും അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അത് ആറിയതിന് ശേഷം നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് ആദ്യത്തെ ലെയർ ക്രീമും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരുന്നത്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് തണുപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 3 ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നേരെ ഞാൻ ക്രം കോട്ട് ചെന്ന് ചെയ്യാൻ നിൽക്കുന്നില്ല. നേരെ അങ്ങ് ഫിനിഷ് ചെയ്തങ്ങ് എടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഡിസൈനായിട്ട് നമ്മൾ കൊടുക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ. അത് താഴ്വശത്ത് ഒരു പകുതിയോളം മാത്രം വരുന്ന രീതിയിൽ താഴ്വശം ഫുള്ളും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കി നമ്മൾ മുകളിലേക്കായിട്ട് കൊടുക്കുന്നത് ആ ഗ്യാപ്പുള്ള ഭാഗത്തേക്കായിട്ട് കൊടുക്കുന്നത് റോസറ്റയുടെ ഡിസൈനാണ്. നമ്മൾ കളറ് വേറൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മുടെ ക്രീമിൻ്റെ ആ ക്രീം തന്നെ എടുത്ത് വെച്ചിട്ട് റോസറ്റയുടെ ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മുകൾ വശത്ത് ബോർഡറായിട്ടും റോസറ്റയുടെ ഒരു ലൈൻ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൂവുകളുടെയൊക്കെ മുകളിലായിട്ട് കുറച്ച് സിൽവർ കളറിൻ്റെ ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നടുക്ക് പേരും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.